ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ഒരു അടിപൊളി ഇറച്ചി ചോറായാലോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുക്കറിലിടാം. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി അരിഞ്ഞതും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം കൂടി ചതച്ചതും ഒരു 3-4 എന്താ പറയുക പച്ചമുളകും അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് എരിവുള്ള പച്ചമുളക് പിന്നെ ഇഞ്ചിയും രേഷന ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതും പിന്നെ ഒരു പിടി കറിവേപ്പില പിന്നെ ഒരു 2 വലിയ തക്കാളി ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ചിട്ട് കുക്കറിൽ തന്നെ ഇട്ടിട്ട് നമ്മളെന്താ പറയുക ബീഫ് വേവിക്കുക ചെയ്യുന്നത്. പിന്നെ ഒരു പിടി മല്ലിയില പിന്നെ ഇതെല്ലാം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വലിയൊരു കുക്കറാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. പിന്നെ ഇതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കശ്മീരി ചില്ലിയാണ്, അത്ര എരിവ് ഉണ്ടാവില്ല. പിന്നെ നല്ല മുളക് പൊടിയും ഞാൻ എന്താ പറയുക 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇത് നല്ല മുളക് പൊടിയും എരിവുള്ളതുണ്ടല്ലോ അതും ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മീറ്റ് മസാല ഉള്ളത് അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതാ നാരങ്ങ നീരും ചെറുനാരങ്ങ അത് ഒന്നിൻ്റെ തന്നെ ഫുള്ള് നാരങ്ങ നീരും എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിനാണ് നല്ല പുളിയാണ് വേണ്ടത് ഈ ഇറച്ചിച്ചോറിന്. പിന്നെ അതും നല്ലോണം ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം നിങ്ങളുടെ എന്താ പറയുക ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്കറിൻ്റെയും ബീഫിൻ്റെ എല്ലാം ഇത് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം വേണം, കാരണം ഇതിന് ഈ ഗ്രേവി വേണം. എന്നിട്ട് ആ ഗ്രേവിയിലും നമ്മൾ എന്താ പറയുക കുറച്ച് ചോറ് വേകുന്നത് അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ടിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ തടവി കൊടുത്താൽ നമ്മളിങ്ങനെ എന്താ പറയുക കുക്കറിൽ നിന്ന് ഇങ്ങനെ പതച്ച് പുറത്തേക്ക് മറിയില്ല എന്നുള്ളത്, പുറത്ത് വരില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാനങ്ങനെ ഒന്ന് ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതിനും ചുറ്റും ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിൻ്റെ മൂടിയിലും ഒരു ഹോളുണ്ടല്ലോ അതിലും എല്ലാം. പക്ഷേ ടിപ്പൊന്നും അത്ര എന്താ പറയുക വില പോയിട്ടില്ല കേട്ടോ. പുറത്തേക്ക് നല്ലോണം മറിയുന്നുണ്ടായിരുന്നു. ചെറിയ കുക്കറായതുകൊണ്ടായിരിക്കും. പിന്നെ നമുക്കിത് ബീഫൊന്ന് വേവിക്കാം. ഇനി ഇതാ ബീഫെല്ലാം നല്ലോണം വെന്ത് വെള്ളം എന്താ പറയുക നല്ല വെള്ളമെല്ലാം ഉണ്ട്, ഗ്രേവി ഉണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ RKG ഉണ്ടല്ലോ മിൽമാഗി അതൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 3-4 ഏലക്കായും പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ പിന്നെ ഒരു ബേ ലീഫ് ഇതുമെല്ലാം അതിലിട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് പൊട്ടുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളി അരിഞ്ഞതും കൂടി. എന്നിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അങ്ങനെ ആ ഒരു അളവാണ് വെള്ളം എടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണ് അരി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ 1.5 കപ്പ് എടുക്കുക. അപ്പം ഞാനിപ്പോൾ 4 കപ്പ് അരി എടുത്തിട്ട് ഇപ്പോൾ 6 കപ്പ് വെള്ളം വേണമല്ലോ. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് 2 കപ്പ് കുറച്ചിട്ടുണ്ടായിന്. കാരണം ഈ ഇറച്ചിച്ചോറിന് ഫുള്ള് വെള്ളം ഒഴിക്കേണ്ടിയില്ല. കാരണം ബാക്കി ഒരു 1/4 വേവ് ആകുമ്പോൾ ഈ ചോറ് നമ്മൾ കറിയിലിട്ടിട്ടാണ് കുറച്ചും കൂടി പിന്നെ വേവിക്കുന്നത്. അതുകൊണ്ട് ഫുള്ള് വെള്ളം വേണ്ട. നമ്മൾ മൊത്തത്തിൽ അളന്നിട്ട് അതിൽ നിന്ന് 2-2.5 ഗ്ലാസ്സോളം നമ്മൾ കുറക്കുക. കറിയിൽ എത്ര വെള്ളം ഉണ്ടോ അങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ ഒരു 1/4 വേവ് ആയാൽ മതി ചോറ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക ഒരു 4 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് തന്നെ വെള്ളം എടുത്തിട്ടുള്ളൂ, 2 ഗ്ലാസ് കുറച്ച്. ഇനി അതിലേക്ക് പിന്നെ ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പുമെല്ലാം ഇട്ടിട്ട് വെള്ളം തിളക്കുന്നവരെ നമുക്കൊന്നവിടെ മൂടി വെക്കാം. ഇനിയിപ്പോൾ ഇത് വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക. എന്താ പറയുക ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. അതെല്ലാം ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത്
ഒന്ന് വേവാൻ വെക്കാം. കുറച്ചും കൂടി ചെറുനാരങ്ങ ഒഴിക്കുന്നുണ്ട്, കാരണം ഇതിൽ നല്ലോണം പുളി വേണമെന്ന് എൻ്റെ സിസ്റ്ററിനോൻ്റെ റെസിപ്പി ചെയ്ത് എൻ്റെ പെങ്ങളത്. അപ്പോൾ അവരെ ഇറച്ചിച്ചോറ് എന്നുള്ള എല്ലാം തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, നല്ലൊരു ബെസ്റ്റ് റെസിപ്പി തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവരോടും കൂടെ ചോദിച്ച് അങ്ങനെയെല്ലാമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല തന്നെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് നല്ലോണം പുളിയെല്ലാം വേണം ഇതിന് എന്നുള്ളത്. അപ്പോൾ പെങ്ങളെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. അപ്പോൾ ഈ ചോറ് ഫുള്ളായിട്ട് വെന്തിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എന്താ പറയുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി ഇനിയിപ്പോൾ ഞാനിത് കറിയിലേക്ക് എന്താ പറയുക ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനിത് കറി ഒരു വലിയ ചെമ്പിലേക്ക് ഒഴിക്കുന്നുണ്ട്. ബിക്കോസ് എല്ലാം കൂടി ഇളക്കുമ്പോൾ ചെറിയ ചെമ്പിൽ നിന്നെല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയൊരു പാത്രത്തിലാക്കിയതാണ്. അങ്ങനെ ആ വലിയ ചെമ്പിലോട്ട് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കേണ്ട. കറിയിലെല്ലാം ഉപ്പും ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. അതൊന്ന് തിളക്കുമ്പോൾ നമ്മൾ ഈ ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചോറിലേക്ക് കറിയും കറിയിലേക്ക് ചോറും എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് ചോറ് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഈ ചോറും കറിയും എല്ലാം ഒന്ന് മിക്സ് ആവണം. ഇത് ഞാൻ ക്യാമറ കുറച്ച് മാറ്റി വെച്ചതാണ്. ഒരു ആവി കൊണ്ടിട്ട് ക്യാമറ ഒന്ന് ബ്ലറാകുന്ന പോലെ തോന്നി. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു എന്താ പറയുക ഒരു 10-15 മിനിറ്റോളം വെക്കണം. വളരെ ചെറിയ തീയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. പിന്നെ ഇതിലേക്ക് ഇപ്പം കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കുക, അധികം കൊത്തി മറിച്ച് ഇളക്കാണ്ട്. എന്നിട്ട് ഞാനൊരു ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ആ ഒരു ആവിയൊന്നും പുറത്തൊന്നും പോകാതിരിക്കാനും. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഇതാ ഒരു 10-20 മിനിറ്റ് വരെ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിന്. ആദ്യം കുറച്ചൊരു എന്താ പറയുക ഒരു പറ്റുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും ഒന്ന് ചൂടാറി വരുമ്പം ഓക്കെ ആവും. പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ ഇത്തിരി ഒരു വെന്ത പോലത്തെ ചോറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ചിലർക്ക് ഇങ്ങനെ വിട്ട് ഇങ്ങനെ അങ്ങനത്തെ ചോറായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ഇതാ അടിപൊളി ഇറച്ചിച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ചട്നി റെഡിയാക്കിയാലോ. അതിന് വേണ്ടി ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിൽ 2-3 ചുവന്നുള്ളിയും ഒരു 3-4 പച്ചമുളക്, മല്ലിയില, പിന്നെ 2-3 കറിവേപ്പില, ഇഞ്ചി ചെറിയ കഷ്ണം, ഒരു വെളുത്തുള്ളി, അതെല്ലാം ഒന്ന് ചതച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അങ്ങനെ നല്ല അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇറച്ചിച്ചോറിന് ചട്നി ഇല്ലാണ്ട് അതൊന്ന് എന്താ പറയുക കംപ്ലീറ്റ് ആവില്ല. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടോ നോക്കുക. അങ്ങനെ ചട്നി റെഡി ആയിട്ട് അതും അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ശരിക്കും നല്ല അടിപൊളി ഇറച്ചിച്ചോറും, നാട്ടിൽ നല്ല മഴയും പുറത്ത് നല്ല മഴയും അകത്ത് നല്ല ചൂടുള്ള ഇറച്ചിച്ചോറും, ആഹാ. അപ്പോൾ ഇതുവരെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഭയങ്കര ഈസിയാണ് ബിരിയാണിനേക്കാളെല്ലാം. ഇത് പിറ്റേന്നെല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബിരിയാണിയൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മടുത്തോല്ലേ. പക്ഷേ ഇത് അത്രയും എന്താ പറയുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ലൈം ടീ കൂടെ ഉണ്ടെങ്കിൽ വാവ് പൊളിയായിരിക്കും. പിന്നെ ഇത് നാട്ടിൽ എൻ്റെ മദർ ഇൻ ലോൻ്റെ അച്ചാറും കൂടി ഉണ്ട്, ഈത്തപ്പഴ അച്ചാർ, സൂപ്പർ ടേസ്റ്റാണ് അതും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.